നമുക്ക് ബീഹാറിലെ തത്സമയ അപ്ഡേറ്റുകളിലേക്ക് കൂടി പോകാം. അവിടെ വലിയ ആഘോഷമാണ് നമ്മൾ കാണുന്നത്. ഈ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് ആദിൽ പാലോട് നേരത്തെ ചില ചിത്രങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ടൈഗർ അഭി സിന്ധാഹെ പ്രായം കാണിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയവർക്കുള്ള മറുപടി അവിടെ പാർട്ടി പ്രവർത്തകർ നൽകുന്നുണ്ടായിരുന്നു. ആ കടുവ ഇവിടെ ഇപ്പോഴും ഉണ്ട് സാന്നിധ്യമായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്. ആദിൽ പാലോട് എന്തൊക്കെ അടിയൊഴുക്കുകളായിരിക്കും ഇന്ത്യക്ക് ഇത്രയധികം മുന്നേറ്റം ഉണ്ടാക്കാനും മഹാസഖ്യത്തെ ഇത്രയധികം പിന്നോട്ട് അടിക്കാനും ഇടയാക്കിയത്? ഇതിൽ ജൻസുരാജ് പാർട്ടിക്ക് വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു വോട്ട് കട്ടറായി മാറിയിട്ടുണ്ടോ? ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണെങ്കിൽ മത്സരിച്ച സീറ്റുകളിൽ എല്ലാത്തിലും മുൻതൂക്കം നേടുന്നതാണ് നമ്മൾ കാണുന്നത്. ഉറപ്പായും അതെ. ഞാനിപ്പോൾ പട്നയിലാണുള്ളത്. ഇന്നലെ വൈകുന്നേരം എങ്ങനെയാണോ പട്ന ഉറങ്ങിയത് അതുപോലെ തന്നെ ഇന്നും പട്ന സജീവമായിരിക്കുന്നു. ഒരു മാറ്റവും ഉണ്ടായില്ല. മഹാഗഠബന്ധന്റെ നേതാക്കൾ തേജസ്വിയും ഒക്കെ പറഞ്ഞത് പട്ന മാറുന്നു, ബീഹാർ മാറുന്നു എന്നാണ്. പക്ഷേ പട്നയിലും ബീഹാറിലും ഒരു മാറ്റവുമില്ല. ആളുകളുടെ മനസ്സിലും മാറ്റമില്ല. ഇനി നിതീഷ് കുമാർ തന്നെ അടുത്ത 5 വർഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ കരുത്തനാകുന്നു നിതീഷ് കുമാർ എന്നതാണ്. ഇതിലെ അടിയൊഴുക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടിയുടെ കാര്യമാണ്. കഴിഞ്ഞ തവണ 5 സീറ്റുകളിലാണ് മത്സരിച്ച് ജയിച്ചത്. അതിൽ 4 MLA-മാരെ RJD വലിച്ചുകൊണ്ടുപോയി. RJD-യിലേക്ക് പിന്നെ കൂറുമാറി. എന്നാൽ ഇപ്പോഴും 5 സീറ്റുകളിൽ ഇവർ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സീമാഞ്ചൽ മേഖലയിൽ പലയിടത്തും ഒരു സ്പോയിലറായി അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി മാറി എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഏതെങ്കിലും രൂപത്തിൽ സ്വാധീനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സ്പോയിലറോ ആകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ചിലയിടങ്ങളിൽ കുറച്ച് വോട്ടുകൾ പിടിച്ചു എന്നതൊഴിച്ചാൽ പലയിടത്തും 5000-ലും 3000-ലും ഒക്കെ താഴെയാണ് ജൻസുരാജ് പാർട്ടി നേടിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നേടിയിരിക്കുന്ന വോട്ട് നില. പക്ഷേ വിനീത പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ മത്സരിച്ച ചിരാഗ് പസ്വാന്റെ LJP പാർട്ടി 100% സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. 5 മണ്ഡലങ്ങളിലും വിജയിച്ചിരുന്നു ലോക്സഭയിലേക്ക്. ഇപ്പോൾ 29 സീറ്റിൽ മത്സരിച്ച് 20 ഇടത്തേക്ക് ജയിക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന കണക്കുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അവസാന റൗണ്ടുകളൊക്കെ എണ്ണിക്കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഫലം ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന വാചകം അക്ഷരാർത്ഥത്തിൽ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലുള്ള വിജയമാണ് ബീഹാറിൽ NDA നേടിയിരിക്കുന്നത്. NDA നിതീഷ് കുമാറിനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും ലഭിച്ചേക്കാം. ആദ്യം പറഞ്ഞതുപോലെ പട്നയും മാറിയിട്ടില്ല, ബീഹാറും മാറിയിട്ടില്ല, നിതീഷ് കുമാർ സ്ഥാനത്തു നിന്നും മാറിയിട്ടില്ല. ഇതാണ് പട്നയിൽ നിന്നുള്ള കാഴ്ചയും അനുഭവവും. വിനീത, അത് തന്നെയാണ്. അതിലിപ്പോൾ ബീഹാറിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ ഇതാ നമ്മുടെ AR സെറ്റിലെ പട്ന റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. ഏതായാലും ബീഹാറിൽ ആദിൽ കണ്ട ഓരോ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു ആദിൽ പാലോടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ബീഹാറിലെ ഓരോ അപ്ഡേറ്റുകളും നമുക്ക് അവിടെ നിന്ന് തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ബീഹാറും മാറിയിട്ടില്ല, പട്നയും മാറിയിട്ടില്ല, അവിടുത്തെ സ്ഥിതിഗതികളൊന്നും മാറിയിട്ടില്ല. ഒപ്പം മുഖ്യമന്ത്രി നിതീഷ് കുമാറും മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഘട്ടത്തിൽ വലിയ മുന്നേറ്റം ജനങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത സ്ഥിതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.